ഇത്രയും നാളായിട്ട് ഇരുന്നിട്ടൊരു കൊണ്ടോന്നാലും കയറിയിട്ടില്ല. ഞാൻ ആലോചിക്കാം എന്ത് ചെയ്യും. പഠിക്കുന്നതിൻ്റെ പ്രശ്നമാണോ എനിക്കറിയത്തില്ല. ഫുള്ള് സൗണ്ട് മാസം കളിക്കുന്നില്ല, ഫുൾ കിടക്കും. എന്താ ചെയ്യുക? നാളെ എൻ്റെ ഇപ്പോഴത്തെ മൈനേഴ്സ് നാളെ എഴുതണ്ട, എഴുതിയിട്ട് കാര്യമില്ല എന്ന സാധനം വന്ന് പഠിച്ചൊന്നും തലയേക്കുന്നില്ല. ഈ ഫർക്കും തലയിടല്ലോ പഠിച്ചാൽ തലയിലേക്കുന്നത്. കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് കുറച്ച് പേപ്പറാണ് വന്ന് പറഞ്ഞു. ഇതാണെങ്കിൽ ആകെ അത്രയും പഠിക്കാറുണ്ട്, ഇത്രയൊക്കെ ഇല്ല. പക്ഷേ ഒന്നും പറ്റില്ല. ഞാനിരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞില്ല. മോർണിംഗ് 9 എക്സാം. ഒരു മൊഡ്യൂളൊന്നും പറ്റും നമുക്ക് തോന്നുന്നു. ഇപ്പോൾ തന്നെ സമയം കുറേ ആയി. നമ്മളൊന്ന് ചെയ്യാം. പഠിച്ചാൽ ഒരിക്കലെത്തും, പഠിച്ചേ പറ്റും. പക്ഷെ പഠിക്കാനായിട്ട് പറ്റുന്നില്ല. നാളെ എനിക്ക് മാത്രമല്ല പാസ്റ്ററിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മൾ യൂട്യൂബിലൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് കേസസ്. അപ്പോൾ ഇന്നലെ രാത്രി 12 മണിക്ക് എന്നെ വിളിച്ച് ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ നേരത്തെ ദിവസമായിട്ട് 12 മണിക്ക് ദിവസം അപ്പോൾ നോക്കുമ്പോൾ ഫുള്ളിത് എൻ്റെ 100 സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് പറയാൻ തോന്നി. അതുകൊണ്ട് എനിക്ക് മെസ്സേജ് ഞാനൊന്ന് എക്സൈറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഞെട്ടിപ്പോയി. എനിക്കെന്താ പറയണ്ട അറിയാം. ഞാൻ ഓക്കെ തരാം. പ്ലീസ് നീ ഓക്കെ അല്ലേ ഇവർക്ക് ഓക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. കാരണം അവളെ ഒരു ചെറിയ അച്ചീവ്മെൻ്റ് ആണ്. പക്ഷെ അവളെ ഫസ്റ്റ് അറിയിക്കാൻ അവളെ മൈൻഡിൽ ആദ്യം എൻ്റെ പൈസ വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓ മൈ ഗോഡ് അതായിരുന്നു മെസ്സേജ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മൈൻഡിൽ. പ്രത്യേകരമായി അതെല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങുമ്പോൾ 3 മണിയായി. അതൊന്ന് കുറച്ച് 4-4:30 ആകുമ്പോഴേക്കും നല്ല മഴ വരും. നല്ല ചൂടല്ലേ, നല്ല മഴ പെയ്തു. എത്ര ഒരാൾ 10 മണി വരെ മഴ പെയ്ത് നിർത്താണ്ട് ഫുള്ള്. രാവിലെ 8 മണിക്കൊക്കെ എണ്ണി ഇപ്പോൾ ക്ലൈമറ്റ് കാണണം അല്ലേ. ഇപ്പോൾ നല്ല തണുത്ത ക്ലൈമറ്റ്, നല്ല കാലാവസ്ഥ. പക്ഷേ ഈ കാലാവസ്ഥ ആലോചിച്ചിരുന്നിട്ട് ഞാൻ രാവിലെ ഉറങ്ങിപ്പോയി. രാവിലെ എങ്ങനെയല്ലോ തിരക്ക് പിടിച്ച് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കി, കയ്യും പൊള്ളി. ആടെ തൃപ്തിയായി. അതിന് ഫുള്ളെല്ലാം റെഡിയാക്കി പഠിക്കാനൊക്കെയാണെന്ന് വെച്ചാൽ. പക്ഷെ എന്നെ കൊണ്ട് ആവുന്നുമില്ല. സ്ട്രെസ്സുമായി, കാഴ്ചയിലും വരുന്നു, പഠിക്കാനും പറ്റില്ല. ഫുള്ളി പോയി. ഇനിയെങ്കിലും പഠിക്കണം. എല്ലാ നാളെ പോയിട്ട് കാര്യം ഉണ്ടാവില്ല. ബൈ ഗൈസ്.